ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ വി പോളച്ചൻ, അതുപോലെ തന്നെ അസോസിയേഷന്റെ മറ്റു ഭാരവാഹികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പത്രപ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് അങ്കമാലിയുടെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു യജ്ഞത്തിലാണ്. അപ്പൊ അതില് ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ ഒരു പുതിയ കാൽവയ്പ് വയ്ക്കുകയാണ് ഈ ഓണ സമയത്ത്. ഓണം ഫിയസ്റ്റ 2026 എന്ന പേരിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതി അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഗുണഭോക്താക്കള് അങ്കമാലിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സാണ്. നേരത്തെ ഇവിടെ സ്വാഗതപ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക, പ്രമാദം കുറഞ്ഞു പോയിരുന്നോ എന്നൊക്കെ പറയുന്നത്, ഇവിടെ ഇപ്പോൾ വ്യാപാരത്തിൽ വലിയ മന്നിപ്പ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് 6-7 കൊല്ലങ്ങളായിട്ട് അങ്കമാലിയിലെ വ്യാപാരത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് രണ്ടാമത് ഉണർത്താൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സംഘടന ഇങ്ങനൊരു സമ്മാന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മാന പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾ അറിയാനും ഇവിടുത്തെ പത്രപ്രവർത്തകർ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മാന പദ്ധതി എന്താന്ന് വെച്ചാൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഞങ്ങളുടെ അംഗങ്ങളുടെ എല്ലാവർക്കും കൊടുക്കുന്നു. അവരത് കസ്റ്റമേഴ്സിന് വിതരണം ചെയ്യുന്നു. അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 25 എണ്ണമുള്ള ബുക്കുകളായിട്ടാണ് ഇത് കൊടുക്കുന്നത്. 25-ൽ 5 സമ്മാനങ്ങൾ ഉറപ്പാണ്. ഇത് കൂപ്പണുകൾ ഓരോ കടക്കാർക്കും അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ വ്യാപാരത്തിനനുസരിച്ച് അതിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യാം. ചില കടകളിൽ 250 രൂപയ്ക്ക് ഒരു കൂപ്പൺ കൊടുക്കും, ചിലർ 500 രൂപയ്ക്ക് കൊടുക്കും, ചിലർ 1000 രൂപയ്ക്ക് കൊടുക്കും. അത് ഓരോ വ്യാപാരത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. ആ രീതിയിൽ ഈ കൂപ്പണുകൾ കൊടുത്താൽ ഇവിടെയാണ് ഈ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന സ്ക്രാച്ച് വരുന്നത്. ഈ സ്ക്രാച്ചിൽ ഉരച്ചു നോക്കിയാൽ അപ്പോൾ തന്നെ അതിൽ സമ്മാനങ്ങൾ തെളിഞ്ഞു വരും. ഇതിൽ ട്രൈ അഗെയിൻ എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ട് ഒരു സമ്മാനം ഇല്ല. അങ്ങനെയുള്ള കൂപ്പണുകൾക്കും മിക്കവാറും കടകൾ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും. ഇതിൽ പ്രോത്സാഹന സമ്മാനം എന്ന് കണ്ടാൽ ഒരു 7 തരം സമ്മാനങ്ങളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും അവർക്ക് കിട്ടും. അത് കഴിഞ്ഞാലുള്ളതാണ് ബമ്പർ സമ്മാനങ്ങൾ. അത് ഗോൾഡ് കോയിൻ ഉണ്ട്, അതുപോലെ തന്നെ ടവർ ഫാൻ ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്, മിക്സർ ഗ്രൈൻഡറുകളുണ്ട്, എയർ ഫ്രയറുകളുണ്ട്, ട്രോളി ബാഗുകളുണ്ട്. അതിലെല്ലാത്തിലും ഉപരിയായിട്ട് 200 രൂപയുടെയും 500 രൂപയുടെയും ഗിഫ്റ്റ് വൗച്ചറുകളുണ്ട്. ഈ ഗിഫ്റ്റ് വൗച്ചറുകൾ അതാത് കടകളിൽ നിന്ന് തന്നെ സാധനങ്ങൾ കൂടുതൽ വാങ്ങാം, അല്ലെങ്കിൽ മറ്റു കടകളിൽ ചെന്ന് ഗിഫ്റ്റ് വൗച്ചർ പൈസയ്ക്ക് തുല്യമായിട്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ആ രീതിയിലും കൂടി അങ്കമാലിയിലെ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ സംഘടന ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്കമാലിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഓണം ഒരു ഉത്സവമാക്കി തീർക്കാനായിട്ട് സംഘടന ഒരുക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജനറൽ കൺവീനർ തോമസ് കുര്യാക്കോസ് ആണ്. അദ്ദേഹം ഇവിടെ പാർക്കിംഗ് സംവിധാനത്തെ കുറിച്ച് പറയും. അതൊന്നും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്കമാലിയിലെ വ്യാപാരത്തിൽ ഒരല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ സമീപ ടൗണുകൾ അങ്കമാലിക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്കമാലിയിലെ പാർക്കിങ്ങിന്റെ അപര്യാപ്തത, അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് വ്യാപാരത്തിൽ കുറച്ച് കുറവ് ഉണ്ടായിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് സംഘടന അംഗങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും അങ്കമാലിയിലെ നിരവധി പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്ത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അതിന്റെ കൂപ്പണുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ വ്യാപാരികൾ തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതെല്ലാം സംഘടന ചെയ്യുന്നതിന് ഈ ഓണക്കാലത്തോടുകൂടി അങ്കമാലിയിലെ വ്യാപാരം നല്ലൊരു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അത് എന്നും നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് സംഘടന ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സംരംഭത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റീഇംബേഴ്സ് ചെയ്ത കൂപ്പണുകൾ അങ്കമാലി മർച്ചന്റ് അസോസിയേഷനിൽ ലഭിച്ചാൽ ഞങ്ങൾ പൈസ ഇട്ടു കൊടുക്കും. അത്രയും നമ്മുടെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും സൗകര്യപ്രദമാക്കാനാണ് സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിയുന്നതും പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യുന്ന ഇതുപോലത്തെ പോസ്റ്ററുകളെ കടയുടെ മുമ്പിൽ പതിക്കും. ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്ര രൂപയുടെ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഈ സമ്മാനം കിട്ടും എന്ന് പറയും. ആ എമൗണ്ട് അവർക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള തുണിക്കടകൾ 500-1000 ഫിക്സ് ചെയ്തേക്കുന്നത്. മറ്റ് ക്രോക്കറി പോലുള്ള കടകൾ 500-250.
സ്വർണ്ണക്കട പോലുള്ള ഒരു കസ്റ്റമർക്കാണ്. അവരൊരു എമൗണ്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കസ്റ്റമർക്ക് ഉറപ്പായിട്ട് ഒരു കൂപ്പൺ കൊടുത്തിരിക്കും സ്വർണ്ണക്കടകൾ. അതെ, ഒരു ബില്ലിന് ഒരു കൂപ്പൺ കൂടുതൽ കൊടുക്കും. എല്ലാവരും ഒരേ റേഞ്ചുള്ള കച്ചവടക്കാരല്ലല്ലോ. പല റേഞ്ചുള്ള അവർക്ക് തീരുമാനിക്കാം 250, 500, 1000, 2000 ഒക്കെ തീരുമാനിക്കാനാണ് ഒരു ഇതുണ്ട്. അപ്പൊ ഒരു പ്രശ്നം ഒഴിവാകാൻ വേണ്ടി അതനുസരിച്ച് കൂപ്പൺ കൊടുക്കാം. ഒരേ ശ്രേണിയിലുള്ള ബിസിനസ്സുകാരെ ഒരു അനാവശ്യമായിട്ട് മത്സരം ഒരു കട 500 വെക്കും, വേറൊരു കട 1000 വെക്കും. അപ്പൊ അവര് തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവും, മത്സരം ഉണ്ടാവില്ല. അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം സംഘടന കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് കടകൾ പലതരമാണ്. വലിയ കടകളെ സംബന്ധിച്ച് 500 രൂപ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവറേജ് ബില്ല് 10,000 രൂപയായിരിക്കും. ഇപ്പൊ സ്വാഭാവിക 20 കൂപ്പൺ കൊടുക്കേണ്ടി വരും. 10 രൂപ എന്നുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ 20 കൂപ്പൺ കൊടുക്കേണ്ടി വരും. ചെറിയ കടകളെ സംബന്ധിച്ച് അവരുടെ ആവറേജ് ബില്ല് 1000, 2000 ആയിരിക്കും. അവരെ സംബന്ധിച്ച് 500 ആയിരിക്കും. അത് പ്രധാനമായിട്ടും അവരുടെ സെയിൽസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് അവർ ആ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. 500, 1000, 250 എന്നുള്ളതല്ല. അവർ ഒരു ദിവസത്തെ സെയിലിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ഈ കൂപ്പണിന്റെ മുഖവില 10 രൂപയുണ്ട്. 10 രൂപ മുഖവില കൊടുത്താണ് നമ്മുടെ വ്യാപാരികൾ ഈ കൂപ്പൺ വാങ്ങുന്നത്. ആ 10 രൂപയേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു ദിവസത്തെ വരുമാനത്തിൽ നിന്ന് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓണക്കാലത്തുള്ള ഒരു സമ്മാനമായിട്ട് അത്രയും പൈസ മാറ്റി വെക്കണം. അതെ, സ്പോട്ട് ഡിസ്ട്രിബ്യൂഷൻ. അത് കാണിച്ചു തരാം. മർച്ചന്റ് അസോസിയേഷന് ബാധ്യത എന്ന് പറയുന്നത് ഇതിനുള്ള എല്ലാ പ്രൊമോഷൻസും സംഘടന നടത്തും. എല്ലാവിധ പ്രൊമോഷൻസും സംഘടന നടത്തും. നമ്മൾ വാങ്ങുന്നത് ഈ 1 ലക്ഷം കൂപ്പണിന്റെ പൈസ കൊണ്ടാണ്, 10 ലക്ഷം രൂപ കൊണ്ടാണ് നമ്മൾ മൊത്തം ഗിഫ്റ്റുകൾ വാങ്ങുന്നത്. അസോസിയേഷന് പൈസ കിട്ടുന്നു വേണം. 1 ലക്ഷം കൂപ്പണാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്തത്. അതിപ്പോ കവർ ചെയ്ത് അടുത്ത 1 ലക്ഷം കൂടി അടിക്കേണ്ട ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. 1 ലക്ഷം കൂപ്പൺ അടിക്കുമ്പോൾ ഒരു കൂപ്പണിന് 10 രൂപ വെച്ച് കിട്ടിയാൽ 10 ലക്ഷം രൂപയാണ് സംഘടന സമാഹരിക്കുന്നത്. ഈ 10 ലക്ഷം രൂപയ്ക്കാണ് 20 ലക്ഷം രൂപ സമ്മാനം കൊടുക്കാന്ന് പറയുന്നത്. ഇല്ല, ഒരു പൈസ പോലും സംഘടന ഇവരിൽ നിന്ന് എടുക്കണില്ല. 10 ലക്ഷം രൂപയുടെ കൂപ്പണിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ സമ്മാനം എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. ഇതിൽ മേജർ സമ്മാനങ്ങൾ പലതും സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്നു. അതുപോലെ തന്നെ ഇതില് വരുന്ന, ഞാനൊരു ഉദാഹരണത്തിനൊരു സാധനമാണ് പാലട മിക്സ്. മാർക്കറ്റ് അതൊക്കെ തരാം. അപ്പൊ ഈ പാലട മിക്സ്, ഈ പറഞ്ഞ സാധനം 70 രൂപയോളം മാർക്കറ്റിൽ വാല്യൂ ഉള്ളതാണ്, MRP ഉള്ളതാണ്. ഇത് നമ്മുടെ കച്ചവടക്കാർ വഴിക്ക് കാലങ്ങളായിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്ന കച്ചവടക്കാർ വഴിക്ക് വലിയ വിലക്കുറവിനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപയ്ക്ക് പകരം 20 ലക്ഷം എന്ന് പറഞ്ഞത്. ഇനി 1 ലക്ഷം കൂപ്പൺ കൂടി അടിച്ചാൽ വീണ്ടും 20 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളിലൂടെ ഞങ്ങൾ പർച്ചേസ് ചെയ്യും. ഇതെല്ലാം ഈ 10 ലക്ഷം 20 ലക്ഷത്തിന്റെ വ്യാപാരം മുഴുവൻ നടക്കുന്നത് അങ്കമാലി തന്നെയാണ്. പുറത്തുനിന്ന് ഒരോടൊന്നല്ല ഈ സാധനങ്ങൾ മേടിച്ചത്. ഞങ്ങളുടെ വ്യാപാരികളിൽ നിന്ന് തന്നെ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്ന് 1000 ഇത് വാങ്ങുമ്പോൾ 200, 300 ഞങ്ങൾക്ക് ഫ്രീ തരും. ആ രീതിയിലാണ് ഇത്ര സമ്മാനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു മഗ്, 2 പീസുള്ള മഗ്, ഇതൊക്കെ എല്ലാം എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലുള്ള സംഭവമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ വാല്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയുടെ കൂപ്പണ് കൊടുക്കണമെന്ന് പറയണം. അപ്പൊ ആ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റിക് ഇല്ല. പിന്നെ ഞങ്ങളുടെ കൂപ്പൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ കൂപ്പൺ. ഒന്ന് ക്ലോസ് 25ന്റെ ബുക്കുകളാണത്. ഇതേപോലത്തെ ബുക്കുകളാണ് നമ്മൾ കടകളിലേക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ചെറിയ കടക്കാരനോട് ആരെയും നിർബന്ധിക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 25ന്റെ ഒരു ബുക്കെങ്കിലും എടുക്കാത്ത ഒരു വ്യാപാരി പോലും അങ്കമാലിൽ ഉണ്ടാവില്ല. അത് 100, 200, 500 ബുക്കുകൾ എടുക്കുന്ന വ്യാപാരികളും ഉണ്ടാവും. 9-ാം തീയതി ഇന്നലെ തുടങ്ങി 31-ാം തീയതി വരെ, ഓണത്തിന്റെ എല്ലാ ദിവസവും. അപ്പൊ ഇനി നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്തേക്കുന്നത് 20 ലക്ഷം രൂപയാണ്. പക്ഷെ അത് മിക്കവാറും അത് 40 ലക്ഷത്തിലേക്ക് 50 ലക്ഷത്തിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് 1 ലക്ഷം കൂപ്പണുകളാണ്. 1 ലക്ഷം കൂപ്പണുകളിൽ ഇപ്പൊ തന്നെ അതിൽ നല്ല പെർസെന്റേജ് പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത് പ്രിന്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത് പ്രിന്റ് ചെയ്യുമ്പോൾ അത്രയും തന്നെ സമ്മാനങ്ങളും വരും, അത്രയും തന്നെ കൂപ്പണുകളും വരും. അത് ഉറപ്പാണ്. ഓൾറെഡി ഒരു 10-20 കഴിഞ്ഞ് ഇന്നലെ ലോഞ്ച് ചെയ്തായി. ഏതാ ഞങ്ങൾ 927 ഉണ്ട്. നിൽക്കില്ല, അറിയാം.
ഓക്കെ അല്ല, നിങ്ങൾ പോകുമ്പോ നവംബർ 31 വരെ അതിന്റെ validity ഉണ്ട്. പെട്രോളിന്റെ കാശ് അങ്ങനെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. പ്രോത്സാഹന സമ്മാനമല്ലേ? അതെ, പ്രോത്സാഹന സമ്മാനം 1. അടുത്തത് ഇതെല്ലാം